ഇന്നത്തെ വചനത്തിൽ കർത്താവ് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടല്ലേ? ഇതുപോലെ തന്നെയായിരുന്നു ഇസ്രായേൽ ജനത്തിനും. മോശ ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തി കൊണ്ടുവരാൻ നേരത്ത് ഫറവോയുടെ സൈന്യം പിന്തുടർന്നപ്പോൾ ഇസ്രായേൽക്കാർ പരാതിപ്പെട്ടു മോശയോട്, എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മോശ നിലവിളിച്ച് കരയുന്നുണ്ട്. അപ്പം കർത്താവ് പറയുന്നുണ്ട്, നീ എന്തിനാണ് മോശയെ വിഷമിക്കുന്നത്? നിന്റെ വടിയെടുത്ത് അടിക്കൂ. അപ്പോൾ അവിടെ സംഭവിച്ച മഹാത്ഭുതങ്ങൾ നമുക്കറിയാം. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. നമുക്ക് സ്വന്തമായി മാറ്റാൻ പറ്റിയല്ലാത്ത രീതിയിൽ മതിൽ കെട്ടി നിൽക്കുന്ന വലിയ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അനുഭവിക്കുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാവും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇതാണ് മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ സംഭവിച്ചത്. നിങ്ങൾ ശാന്തരാകൂ, കർത്താവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഫറവോയോട് വിജയിക്കാൻ, ഫറവോയെ തോൽപ്പിക്കാൻ, അവരെ ചെങ്കടലിൽ താഴ്ത്താൻ കർത്താവിനാണ് സാധിക്കുകയുള്ളൂ. മനുഷ്യകരങ്ങൾക്ക് അസാധ്യമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദൈവകരങ്ങളിൽ കൊടുത്തു കഴിയുമ്പോൾ, ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും ഉയർത്തി ആ ദുഃഖഭാരത്തെ, പ്രശ്നങ്ങളെ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം അതിൽ പ്രസാദിച്ച് നമുക്ക് അനുഗ്രഹത്തിന് വഴി തുറക്കും. അനുഗ്രഹത്തിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിൽ വിശാലമായി കിടക്കും. നമുക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റും. നമ്മൾ സൗഭാഗ്യവും നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം സന്തോഷവും നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം സമാധാനവും അനുഭവിക്കാൻ സാധിക്കും. ഒരു പക്ഷേ വലിയ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോയെന്ന് വരില്ല, എങ്കിലും നമുക്കതിലൊരു മനഃശാന്തി കിട്ടും, ആശ്വാസം കിട്ടും. ആ ദുഃഖത്തെയും പ്രതിസന്ധിയെയും എടുക്കാനുള്ള കരുത്ത് കിട്ടും. ഈശോ നമ്മോട് ചേർന്ന് നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. ഈശോ നമ്മുടെ കൈക്ക് പിടിക്കും. ഈശോ നമ്മുടെ കൂടെ നടത്തി സംരക്ഷിക്കും. ഈശോ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭാരം വഹിക്കുന്നത്? ഈശോ ആ ഭാരമെല്ലാം വഹിച്ചുകൊള്ളും. നമ്മളൊരു സ്പോഞ്ച് പോലെ, പഞ്ഞി പോലെ അങ്ങ് ഈശോയുടെ കൂടെ യാത്ര ചെയ്താൽ മതി. നമ്മുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വലിയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളായി കാണാതെ തമ്പുരാനെ വിളിക്കുമ്പോൾ, ദൈവത്തെ ചേർത്ത് നിർത്തുമ്പോൾ, ദൈവം ആ ഭാരമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മെ തോളിൽ വഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വെയ്റ്റ്ലെസ് അനുഭവം നമുക്കുണ്ടാകും. അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവനെ ദൈവവും ചേർത്ത് നിർത്തും. ദൈവം നമ്മുടെ യാത്രകളിൽ എപ്പോഴും കൂടെ ഉണ്ടാകും. നമ്മുടെ ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളല്ലാതാകും. നമുക്ക് സന്തോഷത്തോടെ ഈ തിരുവചനം ഒരിക്കൽ കൂടി കേൾക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും, അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം ഭരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും.